ഇപ്രാവശ്യത്തെ ഓണത്തിനുണ്ടല്ലോ നീ ഇഴഞ്ഞ് നടക്കും. എൻ്റെ മാമൻ ഈജിപ്തിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈജിപ്ത് എന്ന് പറയുമ്പോൾ നമ്മളെ പിരമിഡ്, ഫറോവ അതല്ലേ? അതന്നെ, പിരമിഡിനകത്ത് 6 കൊല്ലം കുഴിച്ചിട്ട സാധനം ഒന്ന് പിടിപ്പിച്ചാണ്ടല്ലോ നീ എല്ലാം വിവരം അറിയും. അപ്പോൾ ഓണത്തിന് പൂഴണ്ടേ? കുറച്ച് മഞ്ഞ, പിന്നെ കുറച്ച് വെള്ള, നടുക്ക് കുറച്ച് പർപ്പിള്, വട്ടത്തിൽ ചൊറച്ചിട്ടാൽ മതി. അത് പെട്ടെന്ന് പരിപാടി ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓണക്കൂടി എടുത്തിട്ട് കസേരപ്പാറ വരുന്നു. കസേരപ്പാറയാ? അവിടെ കസേര കളിണ്ടാ? നിന്റെ കസേരക്കളിയും തിരുവാതിര കളിയൊന്നുമല്ല, ഫറോവ നൃത്തം, ഈജിപ്ഷ്യൻ ഫറോവ നൃത്തം. അങ്ങനെയാണെങ്കിൽ പൊളിക്കും. ഹലോ, പിന്നെ തിരുവോണം എന്ന് പറഞ്ഞാൽ 2 കൂട്ടം പായസം എന്തായാലും വേണം. നമ്മൾ ഉച്ചക്കത്തെ സദ്യ കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിലേക്ക് പോകുന്നു. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല, ഒരു പരിപാടിയില്ല. എന്നാൽ ഓക്കെ, നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഓണത്തിൻ്റെ പരിപാടിയല്ലേ? ഈ ഓണം എന്ന് പറയുന്നത് നമ്മളെ സംസ്കാരത്തിന് ചേരുന്ന രീതിയിൽ ആഘോഷിക്കണം. അല്ലാണ്ട് ഈജിപ്ഷ്യൻ സാധനം അടിച്ച് കറങ്ങി നടക്കേണ്ട ദിവസമല്ല. അപ്പോൾ ഹാപ്പി ഓണം.